ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം. ഒരു 20ഓളം സെൻറ്റൻസുകളാണ് കേട്ടോ നമ്മളന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് പറയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, ഇത് വാങ്ങാനായിട്ട് വേണ്ടുവോളം പണമുണ്ടോ, അല്ലെങ്കിൽ ആവശ്യത്തിന് പണമുണ്ടോ, എങ്ങനെ നമുക്ക് പറയാം. നിനക്കിത് വാങ്ങാനായിട്ട് ആവശ്യത്തിന് പണമുണ്ടോ. ഓക്കെ, അപ്പോൾ നിനക്കുണ്ടോ, ഡു യു ഹാവ് എന്ന് ചോദിക്കാം കേട്ടോ. ഡു യു ഹാവ് ഇനഫ് മണി to buy this? Do you have enough money to buy this? Do you have നിനക്കുണ്ടോ. ഇനഫ് മണി എന്ന് വെച്ചാൽ എന്താണ്, ആവശ്യത്തിന് പണം ഉണ്ടോ, ആവശ്യത്തിന് പണമുണ്ടോ, ഇത് വാങ്ങാനായിട്ട് ആവശ്യത്തിന് അല്ലെങ്കിൽ വേണ്ടുവോളം പണമുണ്ടോ. ടു ബൈ ദിസ്, ഇത് വാങ്ങാനായിട്ട്. ക്ലിയർ. ഡു യു ഹാവ് ഇനഫ് മണി ടു ബൈ ദിസ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ്, ഞാനിതിപ്പോൾ തന്നെ പറയേണ്ടതുണ്ടോ. ഇതെങ്ങനെ നമുക്ക് പറയാം, ഞാനിത് ഇപ്പോൾ തന്നെ പറയേണ്ടതുണ്ടോ. ഡു I have to tell this right now. Do I have to tell this right now? Okay, do I have to tell this right now? Right now എന്താണ്, ഇപ്പം തന്നെ എന്നാട്ടോ. അപ്പോൾ do I have to tell, ഞാനത് പറയേണ്ടതുണ്ടോ. എന്ത്, this, ഇത്, right now, ഇപ്പം തന്നെ. ഓക്കെ, ഇനി അത് വാങ്ങാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കണേ. ഇതെങ്ങനെ നമുക്ക് പറയാം. ഓർമ്മിപ്പിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ്, റിമൈൻഡ് മീ എന്നാണ് പറയാം കേട്ടോ. റിമൈൻഡ്, ഓർമ്മിപ്പിക്കുക, മീ, എന്നെ. ഓക്കെ, അപ്പോൾ റിമൈൻഡ് മീ ടു ബൈ ദിസ്. റിമൈൻഡ് മീ ടു ബൈ ദിസ്, ഇത് വാങ്ങാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കണേ, ഇത് ചെയ്യാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കണേ. റിമൈൻഡ് മീ ടു ഡു ദിസ്. ഡു ദിസ്. റിമൈൻഡ് മീ ടു ഡു ദിസ്, ചെയ്യാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കണേ. ക്ലിയർ. വേറൊരു സെൻറ്റൻസ്, അവനിത് നേരത്തെ ചെയ്യാൻ മടിയാണ്. അവനിത് നേരത്തെ ചെയ്യാൻ മടിയാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അവന് മടിയാണ്. ഇറ്റ്സ് ലേസി ഫോർ ഹിം. ഇറ്റ്സ് ലേസി. ലേസി എന്ന് വെച്ചാൽ എന്താണ്, മടിയാണ് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് ലേസി ഫോർ ഹിം, അവന് മടിയാണ്. എന്തിന്, എന്താണ്, ഇത് ചെയ്യാനായിട്ട്, നേരത്തെ ചെയ്യാനായിട്ട് അല്ലേ. ടു ഡു ദിസ് ഏർലി. എന്താണ്, ഇറ്റ്സ് ലേസി ഫോർ ഹിം ടു ഡു ദിസ് ഏർലി, ഇത് അവന് നേരത്തെ ചെയ്യാനായിട്ട് മടിയാണ്. ക്ലിയർ. അടുത്തൊരു സെൻറ്റൻസ്, എന്നെ ഉപദേശിക്കാൻ നിനക്ക് എളുപ്പമാണ്. എന്നെ ഉപദേശിക്കാൻ നിനക്ക് എളുപ്പമാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ നിനക്ക് എളുപ്പമാണ്, ഇറ്റ്സ് ഈസി ഫോർ യു. നിനക്ക് എളുപ്പമാണ്, ഇറ്റ്സ് ഈസി ഫോർ യു. എന്തിന്, ടു അഡ്വൈസ് മീ, എന്നെ ഉപദേശിക്കുക. എന്നെ ഉപദേശിക്കാനായിട്ട് നിനക്ക് എളുപ്പമാണ്. വേറൊരു സെൻറ്റൻസ്, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ മീറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം, ദ മീറ്റിംഗ് ഈസ് ഗോയിങ് ഓൺ. ദ മീറ്റിംഗ് ഈസ് ഗോയിങ് ഓൺ. ഗോയിങ് ഓൺ എന്ന് വെച്ചാൽ കണ്ടിന്യൂ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മീറ്റിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദ മീറ്റിംഗ് ഈസ് ഗോയിങ് ഓൺ എന്ന് പറയാം അല്ലേ. ഇനി മീറ്റിംഗ് കഴിഞ്ഞു എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ദ മീറ്റിംഗ് ഈസ് ഓവർ. ദ മീറ്റിംഗ് ഈസ് ഓവർ. മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ പറയാം. ദ മീറ്റിംഗ് ഈസ് നോട്ട് യെറ്റ് ഓവർ. നോട്ട് യെറ്റ് ഓവർ എന്ന് വെച്ചാൽ എന്താ, മീറ്റിംഗ് ഈസ് ഓവർ എന്ന് വെച്ചാൽ മീറ്റിംഗ് കഴിഞ്ഞു, പക്ഷെ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യെറ്റ് വന്നോണ്ടാട്ടോ ഇതുവരെ. ദ മീറ്റിംഗ് ഈസ് നോട്ട് യെറ്റ് ഓവർ. നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ്റെ കഷ്ടകാലം കഴിഞ്ഞു. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അവൻ്റെ കഷ്ടകാലം. കഷ്ടകാലം എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹാർഡ് ടൈം എന്ന് പറയാം കേട്ടോ. ഹാർഡ് ടൈം. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം, ഹിസ് ഹാർഡ് ടൈം ഈസ് ഓവർ. ഹിസ് ഹാർഡ് ടൈം ഈസ് ഓവർ. അല്ലെങ്കിൽ അവൻ്റെ കഷ്ടകാലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് എങ്ങനെ പറയാം. നോട്ട് യെറ്റ് ഓവർ എന്ന് പറയാം അല്ലേ. ഹിസ് ഹാർഡ് ടൈം ഈസ് നോട്ട് യെറ്റ് ഓവർ. ഹിസ് ഹാർഡ് ടൈം ഈസ് നോട്ട് യെറ്റ് ഓവർ. ക്ലിയർ. ഒരു സെൻറ്റൻസ്, എല്ലാ സീറ്റുകളും ഒഴിഞ്ഞു കിടക്കാണ്. എല്ലാ സീറ്റുകളും ഒഴിഞ്ഞു കിടക്കാണ്, കാലിയായി കിടക്കാണ്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓൾ ദ സീറ്റ്സ് ആർ വേക്കൻറ്റ്. ഒഴിഞ്ഞു കിടക്കുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ വേക്കൻറ്റ് എന്ന് പറയട്ടെ. അപ്പോൾ ഓൾ ദ സീറ്റ്സ് ആർ വേക്കൻറ്റ്. എല്ലാ സീറ്റുകളും ഒഴിഞ്ഞു കിടക്കാണ്. ഇനി ഒരു സീറ്റ് കൂടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. എങ്ങനെ പറയാം. വൺ മോർ സീറ്റ് ഈസ് വേക്കൻറ്റ്. വൺ മോർ സീറ്റ് ഈസ് വേക്കൻറ്റ്. നെക്സ്റ്റ്, കുറേ സീറ്റും കൂടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കുറേ സീറ്റ് കൂടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. സം മോർ സീറ്റ്സ് ആർ വേക്കൻറ്റ്. സം മോർ സീറ്റ്സ് ആർ വേക്കൻറ്റ്. ഒരു ടീച്ചറിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എങ്ങനെ പറയാം. ടീച്ചേഴ്സ് സീറ്റ് ഈസ് വേക്കൻറ്റ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പോസ്റ്റ് ഈസ് വേക്കൻറ്റ് എന്ന് പറയാം. ക്ലിയർ. വേറൊരു സെൻറ്റൻസ്, നീ ഒറ്റയ്ക്കിരുന്ന് മടുത്തോ. ഒറ്റയ്ക്കിരുന്ന് നീ മടുത്തോ. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. മടുത്തോ എന്ന് പറയാനായിട്ട് നമ്മൾക്ക് ഇംഗ്ലീഷിൽ ഫെഡപ്പ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഫെഡപ്പ് എന്നൊരു കുഞ്ഞു ഫ്രേസ് നമ്മൾ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് മടുത്തോ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം. ആർ യു ഫെഡപ്പ് വിത്ത് സിറ്റിംഗ് അലോൺ. സിറ്റിംഗ് അലോൺ. അലോൺ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് മടുത്തോ. ആർ യു ഫെഡ് അപ്പ് വിത്ത് സിറ്റിംഗ് അലോൺ. ഓക്കെ,
ഇനി ഞാൻ ബസ് കാത്തു നിന്ന് മടുത്തു. എങ്ങനെ പറയാം? ഐ ആം ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ് ബസ്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ് ഫോർ എ ബസ്. ഓക്കെ, അപ്പോൾ ഐ ആം ഫെഡ് അപ്പ് ഞാൻ മടുത്തു, യു ആർ ഫെഡ് അപ്പ് നിങ്ങൾ മടുത്തു എന്ന് പറയാം കേട്ടോ. ഓക്കെ, ആർ യു ഫെഡ് അപ്പ് മടുത്തോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? വേറൊരു സെൻറ്റൻസ്, ഈ ശബ്ദം നിങ്ങൾക്ക് അലോസരപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഈസ് ദിസ് സൗണ്ട് സിക്കനിങ്. ഈ സൗണ്ട് നിങ്ങൾക്ക് എന്താണ് അലോസരപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഈസ് ദിസ് സൗണ്ട് സിക്കനിങ് എന്ന് പറയാം കേട്ടോ. ഈ എന്താണ് സിക്കനിങ് വെച്ചിട്ട് വേറൊരു സെൻറ്റൻസ് പറയാണ്, അവിടെ കൊതുക് ശല്യമുണ്ടോ? ഇതെങ്ങനെ നമുക്ക് പറയാം? മോസ്കിറ്റോസ് സിക്കനിങ് ദർ. ആർ മോസ്കിറ്റോസ് സിക്കനിങ് ദർ. ആർ മോസ്കിറ്റോസ് സിക്കനിങ് ദർ. ഓക്കെ, കൊതുകുകളുടെ അലോസരപ്പെടുത്തുന്ന ഒരു ശബ്ദം. ഓക്കെ, അപ്പോൾ എന്താണ്? സിക്കനിങ്. ഓക്കെ, നെക്സ്റ്റ്, അതായിരുന്നു കാരണം. അതായിരുന്നു കാരണം എന്നിങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ദാറ്റ് വാസ് ദ റീസൺ. ദാറ്റ് വാസ് ദ റീസൺ. അതായിരുന്നു കാരണം. അവിടെ ആരും ഇല്ലായിരുന്നു. എങ്ങനെ നമുക്ക് പറയാം? നോബഡി വാസ് ദർ. നോബഡി വാസ് ദർ. നോബഡി ആരുമില്ല. വാസ് ദർ അവിടെ ആരുമില്ലായിരുന്നു. നോബഡി വാസ് ദർ. ഡോറ് എന്താണ്? കതക് പൂട്ടിക്കിടക്കുകയായിരുന്നു. ദ ഡോർ വാസ് ലോക്ക്ഡ്. ദ ഡോർ വാസ് ലോക്ക്ഡ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും മതിട്ടോ. അപ്പോൾ നമ്മളൊരു 20 സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒക്കെ നമുക്ക് എന്താണ് നമ്മുടെ സാധാരണയുള്ള സംഭാഷണത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മൈൻഡിൽ ക്ലിക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്കിനി നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്